ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. കുറേ നാളുകളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് മാറിയെങ്കിലും വീഡിയോ ചെയ്തിടാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം 5ലെ ധാരാളം കുട്ടികൾ, അധ്യാപക സുഹൃത്തുക്കൾ, മാതാപിതാക്കളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 5ലെയും 6ലെയും വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ ചേട്ടനോ ചേച്ചിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ 7ാം ക്ലാസ്സിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരിത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ബുദ്ധിമുട്ടുമില്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധമാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കുവാനും ശ്രമിക്കണം. പുതിയ വർഷം തുടങ്ങുകയാണ്. പുത്തൻ പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ ഈ പുതുവർഷത്തെ വരവേറ്റത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ ആ പുത്തൻ പ്രതീക്ഷകൾക്ക് മങ്ങൽ വരാൻ പാടില്ല. നിങ്ങളുടെ നോട്ട്ബുക്കൊക്കെ വളരെ ഭംഗിയായിട്ട് പൊതിഞ്ഞ് സൂക്ഷിച്ച് കൃത്യമായിട്ട് കൊണ്ട് നടക്കുക. കണക്കിൻ്റെ നോട്ട്ബുക്കിൽ ഫസ്റ്റ് പേജിൽ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഗുണനപ്പട്ടികയൊക്കെ ഒന്ന് എഴുതി വെക്കുക. പിന്നെ അതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ മാർജിനൊക്കെ വരച്ച് ഓരോ ദിനവും പഠിപ്പിക്കുന്നത് അതാത് ദിവസത്തെ ഡേറ്റ് ഇട്ടിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ഏത് പേജ് നമ്പറിലെ പ്രവർത്തനമാണ് എന്നറിയാൻ TB പേജ് നമ്പർ ഏതാണോ അത് നിങ്ങൾ എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് പരീക്ഷയൊക്കെ വരുമ്പോൾ എളുപ്പമാണ്. വരകളും വട്ടങ്ങളും, ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്ന പാഠഭാഗമാണ് ആദ്യത്തെ പാഠഭാഗം. കുത്തനെയുള്ള വരകളും ചെരിഞ്ഞ വരകളും ഉപയോഗിച്ച് ചതുർഭുജം നിർമ്മിക്കുകയാണ് ലക്ഷ്യം. നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചിത്രങ്ങളുണ്ട്. കുത്തബ് മീനാറിൻ്റെ ചിത്രമുണ്ട്, അതിൻ്റെ അടുത്ത് ഒരു ഇരുമ്പ് പില്ലറുണ്ട്, അയൺ പില്ലറുണ്ട്, അതിൻ്റെ ചിത്രമുണ്ട്. അതേപോലെ പിസാ ഗോപുരം, കുറേ നാളുകൾക്ക് ശേഷം ചെരിഞ്ഞൊരു ഗോപുരം, അതൊക്കെയുണ്ട്. ഏതായാലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രതലത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് കുത്തനെയാണോ ചെരിഞ്ഞതാണോ എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം ഇവിടെ എൻ്റെ കയ്യിൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. എന്താ, ഞാനിവിടെ ഈ ഒരു ബോക്സ് വെച്ചു. അപ്പം ഈ പ്രതലം ഇവിടെ ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കുത്തനെയാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ ഇതിങ്ങനെ ചെരിഞ്ഞിരുന്നാലോ? ഈ പ്രതലത്തെ ബേസ് ചെയ്ത് ഇത് ഇങ്ങനെ വെച്ചാൽ ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു പ്രതലം, ഏത് പ്രതലമാണോ ആ പ്രതലത്തെ ബേസ് ചെയ്തിട്ടാണ് കുത്തനെയാണോ അല്ലെങ്കിൽ ചെരിഞ്ഞതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കൃത്യത വേണം, സൂക്ഷ്മതയും വേണം. സ്കെയിലൊക്കെ അളവ് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വേണം എടുക്കാൻ. പിന്നെ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. വരച്ചതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും വീണ്ടും വരയ്ക്കണ്ട, അത് വൃത്തികേടാണ്. ഇനി നിങ്ങൾ ഹെഡിങ്ങോ എന്തെങ്കിലുമൊക്കെ എഴുതി വെട്ടിയിട്ടുണ്ടെങ്കിൽ ചെറിയ വെട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. കുത്തി വരഞ്ഞ് കറുപ്പിച്ച് വൃത്തികേടാക്കി ഇടരുത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളെന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, ടീച്ചർക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ നമുക്കറിയാം ടീച്ചർ ഇതിൻ്റെ പുറകെ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം. കൃത്യമായി നിങ്ങൾ കണ്ട് ചെയ്യുക. മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്തിടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ഒരു ഗൈഡിൻ്റെ പോലും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ചതുരാണ് വരയ്ക്കുന്നത്. ഈ ചതുരം വരയ്ക്കാൻ നിങ്ങൾ 5ൽ നിങ്ങൾക്ക് അറിയണം, 6ൽ അറിയണം, 7ലും അറിയണം. അതുകൊണ്ട് തന്നെ എങ്ങനെ ചതുരം വരയ്ക്കാമെന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. നമുക്കിവിടെ വേണ്ട സാധനങ്ങൾ സ്കെയിൽ വേണം, പെൻസിൽ വേണം, മായ്ക്കുന്ന ഒരു റബ്ബർ വേണം, നല്ലൊരു നോട്ട്ബുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താ? മട്ടം. ആ മട്ടവും നമുക്ക് വേണം. ഇത്രയും പഠന ഉപകരണങ്ങളാണ് നമുക്ക് വേണ്ടത്. എങ്കിൽ സമയം കളയണ്ട, പോവുകയല്ലേ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം നമുക്ക് 3 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും വലിപ്പമുള്ള ഒരു ചതുരം വരയ്ക്കാം. അപ്പം ശരിക്കും ഒരു മോഡൽ പിക്ചർ നമ്മൾ വരയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിന് അളവൊന്നും വേണ്ട, ചെറിയൊരു ചിത്രം നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചാൽ മതി. അപ്പോൾ പെൻസിൽ കൊണ്ട് വേണം വരയ്ക്കാൻ. ഞാൻ നിങ്ങൾക്കത് കാണാത്തത് കൊണ്ട് ഞാനിവിടെ സ്കെച്ച് പെൻ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് അളവ് എഴുതുക. ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ. ഇതൊരു മോഡൽ പിക്ചർ, ഏകദേശ ചിത്രമാണ്. ഇനി ഇത് നോക്കിയിട്ട് നമ്മൾ ഒറിജിനൽ പിക്ചർ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ സ്കെയിൽ എടുത്തതിന് ശേഷം 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കണം. അപ്പം ഞാനിവിടെ 5 സെൻറ്റിമീറ്ററിലും നീളത്തിലുള്ള വരയാണ് വരയ്ക്കുന്നത്. അതിൻ്റെ കാര്യം പറഞ്ഞുതരാം.
നിങ്ങൾ പെൻസിൽ കൊണ്ടാണ് വരയ്ക്കേണ്ടത്. ഇനി ഇവിടുന്ന് ഞാൻ നീളത്തിലൊരു വര അങ്ങോട്ട് വരച്ചു. ഇതിനകത്ത് 5 സെൻറ്റിമീറ്റർ ഞാൻ അടയാളപ്പെടുത്തി. 5 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ 0-ൽ നിന്ന് വേണം തുടങ്ങാൻ, എങ്കിലേ നമുക്ക് 5 സെൻറ്റിമീറ്റർ ആവുള്ളൂ. ഇനി നമുക്ക് ഈ വരയെ ബേസ് ചെയ്ത് കുത്തനെയുള്ള വര, ഈ വരയും കിട്ടണം, ഈ വരയും കിട്ടണം. അപ്പം നമ്മളൊരു സ്കെയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കുത്തനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിനു വേണ്ടി നമ്മളുടെ ജ്യാമിതി പെട്ടിയിൽ, ജിയോമെട്രിക് ബോക്സിൽ ഒരു ഉപകരണം ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് മട്ടം, സെറ്റ് സ്ക്വയർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ മൂല കുത്തനെയുള്ള മൂലയാണ്. ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാട്ടോ. അപ്പം ഞാൻ ഇത് എടുക്കുകയാണ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യണം, ഈ മട്ടം എന്ത് ചെയ്യണം, ഈ വരയോട് ചേർത്ത് വെക്കുക. നോക്കൂ, മട്ടം ഞാൻ ഈ വരയോട് ചേർത്ത് വെച്ചതിന് ശേഷം കറക്റ്റ് വെക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച ശേഷം എന്ത് ചെയ്യണം, ഇവിടുന്ന് ഒരു വര ഇങ്ങോട്ട് വരയ്ക്കണം. പക്ഷെ ഞാൻ മൂല യോജിപ്പിക്കുന്നില്ല. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മൂല, എല്ലാവരുടെ മട്ടത്തിൻ്റെ മൂലയും കറക്റ്റ് ആയിരിക്കുകയല്ല. ഇത് വെച്ച് വന്നു കഴിഞ്ഞാൽ അവസാനം ഇവിടെ ചെറിയൊരു വളവ് വരും. അപ്പം എന്ത് ചെയ്യണം എന്നറിയാവോ, അത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിച്ചാൽ മതി. അപ്പം നമുക്ക് വളരെ നീറ്റായിട്ട് കിട്ടും. കണ്ടോ? ഇനി ഇതിനകത്ത് ഇത് നമ്മൾ 5 സെൻറ്റിമീറ്റർ ആണ് ഇതിവിടെ എഴുതി. ഈ വരയിൽ നമുക്ക് വേണ്ടത് 3 സെൻറ്റിമീറ്ററാണ്. അപ്പം നമ്മുടെ സ്കെയിൽ ഇവിടെ വെച്ചതിന് ശേഷം കറക്റ്റ് 3 സെൻറ്റിമീറ്റർ ഇവിടെ അടയാളപ്പെടുത്തുക. ഇവിടെ 3 സെൻറ്റിമീറ്റർ എന്നും എഴുതുക. ഇനി വേണ്ടത് നമുക്ക് ഇവിടെ ഒരു കുത്തനെയുള്ള വര കിട്ടണം, പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ ഇങ്ങനെയല്ലേ മട്ടം വെച്ചത്, ഈ മട്ടം എടുത്ത് വീണ്ടും നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുക. അത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ബേസ് വേണം. ആ ബേസിന് വേണ്ടിയിട്ടാണ് ഞാനിത് നീട്ടി വരച്ചത്. ഇനി ഇതിവിടെ വീണ്ടും വെച്ചു. കറക്റ്റ് വെച്ചതിന് ശേഷം കറക്റ്റ് വെക്കണം, കൃത്യതയാണ് വേണ്ടത്, സൂക്ഷ്മതി. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്കെയിലെടുത്ത് കറക്റ്റ് ഈ വര വരച്ചു. ഇനി ഇതിനകത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇവിടെ 3 സെൻറ്റിമീറ്റർ എന്നും എഴുതുക. ഇനി നമ്മൾ ഈ 2 ബിന്ദുക്കളും യോജിപ്പിക്കുക. കറക്റ്റ് വെച്ചതിന് ശേഷം ഇത് യോജിപ്പിക്കുക. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ വര ഒന്ന് അളന്ന് നോക്കുക. ഞാനിവിടെ അളന്ന് നോക്കുകയാണേ. എനിക്ക് കറക്റ്റ് 5 സെൻറ്റിമീറ്റർ തന്നെയാണ് കിട്ടിയത്. നമ്മളിത് അളന്നിട്ടാണോ വരച്ചത്? അല്ല. ഈ കുത്തനെയുള്ള വരയും കറക്റ്റ് ആയാൽ എന്താണ് ഇവിടെ കിട്ടുക? ഇവിടെ 5 സെൻറ്റിമീറ്റർ തന്നെയാണ് കിട്ടുക. ഇപ്പം നമ്മൾ ചെയ്തത് എന്താണ്? ഈ മട്ടത്തിൻ്റെ ഈ മട്ട മൂല വെച്ചിട്ടാണ് വരച്ചത്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൂല വെച്ചും വരയ്ക്കാം. മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, നമ്മൾ നിർമ്മിച്ച ഒരു ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ ഈ വരയും കിടന്നാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് മാർക്ക് കുറയില്ല. പരീക്ഷയ്ക്ക് ഇതുപോലെ ചോദ്യം വരും, നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പം ഈ വര നമ്മൾ വരയ്ക്കുന്നതിന് കാരണം ഇത് ഇങ്ങനെ വെക്കുന്നതിനുള്ള ബേസിന് വേണ്ടിയിട്ടാണ്. അതവിടെ കിടന്നോട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ മായ്ച്ച് കളയാം, അതിൻ്റെ ആവശ്യമില്ല, മായ്ച്ച് കളയാതിരിക്കുകയാണ് നല്ലത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്, വരച്ചതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും വരയ്ക്കരുത്. വളരെ നേരിയ വര മതി. ഞാനിവിടെ പെൻസിൽ കൊണ്ട് വരച്ചാൽ നിങ്ങൾക്ക് കാണാത്തത് കൊണ്ട് മാത്രമാണ് സ്കെച്ച് പെൻ ഉപയോഗിച്ചത്. ഇനി നമുക്ക് മറ്റേ മൂല വെച്ച് വരച്ച് നോക്കാം. അതും ഇത് തന്നെയാണ് അളവ് അല്ലേ? അപ്പം അതുകൊണ്ട് ഇവിടെയും ഞാൻ ആദ്യം ചെയ്യുന്നത് നീളത്തിലൊരു വര വരയ്ക്കുകയാണ്. നോക്കിക്കോളൂ, നീളത്തിലൊരു വര വരച്ചു. ഇനി അതിനകത്ത് കറക്റ്റ് 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. ഈ 5 സെൻറ്റിമീറ്റർ ഞാനിവിടെ എഴുതിയും വെച്ചു, 5 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മൂല അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ മൂലയാണ്. അപ്പം ഇവിടെ നോക്കൂ, ഇതിലിങ്ങനെ ഈ വരയിൽ ചേർത്ത് വെച്ചു. വരയിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഇവിടെ കുറച്ച് ഭാഗം വരച്ചു.
പിന്നീട് എന്ത് ചെയ്യാണ്, ഈ സ്കെയിൽ എടുത്തതിന് ശേഷം ഇത് നീട്ടി യോജിപ്പിക്കുക. ദാ ഇവിടേക്ക് വെച്ചു, കണ്ടോ? അപ്പൊ കറക്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പൊ ഈ വരയിൽ നിന്നുള്ള ചെരിവാണിത്. അതേ ചെരിവ് നമുക്ക് ഇവിടെ കിട്ടണം. ഇപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് വരച്ചത്. അതേപോലെ ഈ മട്ടം എടുത്ത് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു വര വേണം. വരയില്ലെങ്കിൽ വളഞ്ഞു പോവും. അപ്പൊ അതുകൊണ്ടാണ് ആ വര വരച്ചത്. ദാ ഇവിടെ വീണ്ടും ഞാൻ വെച്ചു. കറക്റ്റ് വെച്ച ശേഷം ഇവിടെ അങ്ങോട്ട് നീട്ടി. ഇവിടെ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു തരാം. ദാ കറക്റ്റ് നീട്ടി, കുഴപ്പമൊന്നുമില്ല. എൻ്റെ മട്ടത്തിൻ്റെ മൂല അധികം വളയാത്തത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഇനി ഇവിടെ നോക്കൂ, ഈ വരയിൽ നിന്നുള്ള ചെരിവാണിത്, ഈ വരയിൽ നിന്നുള്ള ചെരിവാണിത്. ഇനി ഇതിനകത്ത് നമ്മൾ 3 സെൻറ്റിമീറ്റർ ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. ഇവിടെ ഞാൻ കറക്റ്റ് വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. ഇവിടെയും 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. 3 സെൻറ്റിമീറ്റർ നോക്കൂ. ഇനി ഇവിടെ രണ്ടും എഴുതുക. 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. ഇനി നമുക്കിതൊന്ന് വരച്ചു നോക്കാം. ഈ 2 ബിന്ദുക്കൾ യോജിപ്പിക്കുക. ഇത് വെച്ച് യോജിപ്പിച്ചു. ഇനി നിങ്ങൾ ഈ വര ഒന്ന് അളന്നു നോക്കുക. സ്കെയിലിൽ അളന്നു നോക്കുമ്പോൾ എന്തൊരു മാജിക്കാ നോക്ക്. കറക്റ്റ് 5 സെൻറ്റിമീറ്റർ അല്ലേ വരുന്നത്. നമ്മൾ അളന്നു വരച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടെയും 5 സെൻറ്റിമീറ്റർ. ഇനി ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയാവോ? നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വെച്ച് വരച്ചില്ലേ, തിരിച്ച് ഇവിടെ വെച്ചിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ നോക്കൂ, ഇവിടെ ഇങ്ങനെ വെച്ച് വരച്ചാൽ ഈ വരയുടെ അളവ് കിട്ടുമോ? 5 സെൻറ്റിമീറ്റർ കിട്ടില്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി നമുക്ക് ഈ ചെറിയ മൂല വെച്ചിട്ടും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇവിടെയും ഞാൻ എന്ത് ചെയ്യാണ്, ആദ്യം 5 സെൻറ്റിമീറ്റർ നീളത്തിൽ കറക്റ്റ് വര വരയ്ക്കാണ്ട് നീട്ടി വരച്ചതിന് ശേഷം ഇതിനകത്ത് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. നമുക്ക് വേറെ മഷി കൊണ്ട് വേണമെങ്കിൽ വരയ്ക്കാം. 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി മട്ട എടുക്കുന്നു. മട്ടത്തിൻ്റെ ഈ മൂലയാണ്. അപ്പൊ ഇവിടെ ഈ വശം ചേർത്ത് ഇതിൽ വെക്കുക. ചേർത്ത് വെച്ചിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വര ഇങ്ങനെ വരയ്ക്കുക. നീട്ടി വരച്ചു, നമുക്കൊരു പ്രശ്നമില്ല വരയുടെ നീളം കൂടിയാൽ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം എന്നറിയാവോ? കുറച്ചും കൂടെ ഇതിങ്ങനെ യോജിപ്പിക്കാനുണ്ട്. ഇത് യോജിപ്പിച്ചു. ഇനി ഇതേ മൂല, ഇപ്പൊ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വരച്ചത്, ഇതേ മൂല എടുത്ത് ഇവിടെ വീണ്ടും ഈ വരയോട് ചേർത്ത് വെക്കുക. എന്താ കറക്റ്റ് അല്ലേ? ഇതിന്റെ തിക്നെസ് ഉള്ളത് കൊണ്ട് ഒരല്പം മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതങ്ങോട്ട് യോജിപ്പിക്കുക. കണ്ടോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ സെറ്റ് സ്ക്വയറിന്റെ മൂല ഇച്ചിരി വളഞ്ഞതുകൊണ്ട് ചെറിയൊരു വളവ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചത്. ഇനി ഇതിനകത്ത് 3 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ വെക്കുന്നു 3 സെൻറ്റിമീറ്റർ. ഇതിനകത്തും 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഈ വര ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്നു. നിങ്ങളുടെ സ്കെയിൽ എടുത്തിട്ട് ഒന്ന് അളന്ന് നോക്കുക. കറക്റ്റ് 5 സെൻറ്റിമീറ്റർ അല്ലേ? കറക്റ്റാണ് കിട്ടിയത്. നമുക്കിവിടെ എഴുതി വെക്കാം. ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. ഇപ്പൊ ഇവിടെ ഈ 3 ചിത്രങ്ങളിൽ ആദ്യത്തെ ഒരു ചിത്രത്തിൽ മാത്രം നമുക്ക് ലഭിച്ചത് കുത്തനെയുള്ള വരകളാണ്. അതേസമയം ഇവിടെയും എന്താണ്, ചെരിഞ്ഞ വരകളാണ് നമുക്ക് ലഭിച്ചത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 8 പ്രവർത്തനങ്ങൾ, അതുപോലെ 9, 10, 11 പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തത്. ഈ ചിത്രമാണ് ഇപ്പം നമ്മൾ ലാസ്റ്റ് വരച്ചത്. ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്.
ഇടതും വലതും ഉള്ള വരകൾ ഇവിടെ നമുക്ക് എന്താണ് കുത്തനെയാണ് ലഭിച്ചത്. ആ കുത്തനെ കറക്റ്റ് ആയപ്പം ഈ രണ്ട് വരകളും ഒരേ നീളത്തിലായി വന്നു. അതേപോലെ ഇവിടെ ചെരിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഇങ്ങനെ ചെരിഞ്ഞതാണെങ്കിലും ഈ വരയെ ബേസ് ചെയ്ത് ഒരേ ചെരിവാണ് ലഭിക്കുന്നത്. ഒരേ ചെരിവായതുകൊണ്ട് തന്നെ നമുക്ക് ഈ വരയുടെ അതേ നീളം തന്നെയാണ് മുകളിൽ കിട്ടിയ വശത്തിൻ്റെ നീളവും. അതായത് ഈ രണ്ട് വശത്തിൻ്റെ നീളവും തുല്യമായിരിക്കും. ഇവിടെ രണ്ടും ഓൾറെഡി തുല്യമാണ്. ഇനി നമുക്ക് മറ്റൊരു ചിത്രം പരിശോധിച്ച് നോക്കാം. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് കറക്റ്റ് 5 സെൻറ്റിമീറ്റർ തന്നെ എടുത്ത് വരയ്ക്കുകയാണ്. നോക്കൂ, കറക്റ്റ് 5 സെൻറ്റിമീറ്റർ ഞാൻ എടുത്ത് വരച്ചു. ഇവിടെ 5 സെൻറ്റിമീറ്റർ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ചെരിഞ്ഞ വശമാണ് എടുത്തത് കേട്ടോ. മട്ടം എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ വരച്ചു. ഓക്കെ ആണല്ലോ. തിരിച്ച് ഞാൻ ഈ മട്ട ഇപ്പം ഇങ്ങനെ വെച്ചിട്ടാണല്ലോ വരച്ചത്. ഇത് നേരെ ഓപ്പോസിറ്റായിട്ട് ഇത് ഇങ്ങനെ തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇങ്ങനെ തിരിച്ചിട്ട് ഇതിവിടെ ഇങ്ങനെ വെക്കുന്നു, വരയോട് ചേർത്ത് വെക്കുന്നു, വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ വരച്ചിട്ട് ഇതിനകത്ത് 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. കറക്റ്റ് 3 സെൻറ്റിമീറ്റർ. ഇവിടെ 3 സെൻറ്റിമീറ്റർ വന്നു. ഇവിടെയും 3 സെൻറ്റിമീറ്റർ വന്നു. ഇനി നോക്കൂ, ഈ വശത്തിൻ്റെ നീളം 5 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ നമ്മൾ യോജിപ്പിക്കുകയാണ്. ഞാൻ വേറെ കളർ കൊണ്ട് യോജിപ്പിച്ച് തരാം. ഇവിടെ യോജിപ്പിച്ചാൽ ഈ വശത്തിൻ്റെ അളവാണോ ഇത്? അല്ല. മനസ്സിലാകുന്നില്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വര ഒന്ന് നീട്ടി നോക്കാം. ഇവിടെ ഞാൻ താഴെ വരയ്ക്കാം, വേറെ ഒന്നും കൂടെ വരയ്ക്കാം. ഇവിടെ 5 സെൻറ്റിമീറ്റർ കറക്റ്റ് എടുക്കുന്നു. എന്താ 5 സെൻറ്റിമീറ്റർ. എന്നിട്ടിവിടെ 5 സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നു. നമ്മൾ മട്ട എടുത്തതിന് ശേഷം ഈ മട്ടത്തിൻ്റെ ഈ മൂല ഈ വര നീട്ടി വരയ്ക്കുക. ഇതേപോലെ ഈ സെറ്റ് സ്ക്വയർ മട്ടം തിരിച്ച് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് വെക്കുക. ഇത് വരച്ചു. നോക്കൂ, ഇപ്പം നമുക്ക് കിട്ടിയ എന്ത് രൂപമാണ്? നിങ്ങൾക്കറിയാം, ട്രയാങ്കിൾ, ത്രികോണം. നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഈ 2 വശം ഒന്ന് അളന്നു നോക്കാം. നോക്കൂ, കറക്റ്റ് 5 സെൻറ്റിമീറ്റർ ആണ് ഇവിടെ കിട്ടിയത്. ഇവിടെ കിട്ടിയതും എത്ര സെൻറ്റിമീറ്റർ തന്നെയാണ്? കറക്റ്റ് 5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഈ മൂല വെച്ച് നിങ്ങൾക്കൊന്ന് വരച്ചു നോക്കാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്കുള്ള പണി. അപ്പം ഇന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഇത് തിരിച്ചും മറിച്ചും വെച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ത്രികോണാണ് കിട്ടിയത്. അത് യോജിപ്പിക്കാതെ കറക്റ്റ് 3 സെൻറ്റിമീറ്റർ എടുത്തപ്പോൾ നമുക്ക് ത്രികോണം കിട്ടിയില്ല. പക്ഷേ ചതുർഭുജമാണ് നമുക്ക് കിട്ടിയത്. ഇത് ഈ വശത്തിൻ്റെ നീളവും ഈ വശത്തിൻ്റെ നീളവും വ്യത്യാസമുണ്ട്. ഈ വരയിൽ നിന്ന് ഈ ചെരിവും ഈ വര ഇങ്ങനെ നീട്ടി വരച്ചാൽ ഈ ചെരിവും വ്യത്യാസമാണ്. അപ്പോൾ ഈ നീളങ്ങൾ ഒരുപോലെ ആവില്ല എന്നും നമുക്ക് മനസ്സിലായി. ഇനി നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് പണി തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഏതാണ് പണി തന്നിട്ടുള്ളത്? കണ്ടോ, ഈ ചിത്രമാണ് നമ്മളിവിടെ വരച്ചത്. താഴെ വരച്ചത് ഇത് മുകളിലോട്ട് നീട്ടിയ ചിത്രമാണ്. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന പണി ഇവിടെ പേജ് ഇപ്പം നമ്മൾ ചെയ്തത് എന്താണ്? നമുക്കുള്ളത് 3 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും വലിപ്പമുള്ള ചതുരം വരച്ചു. പിന്നെ അതുകൂടാതെ അതേ അളവിൽ മട്ടത്തിൻ്റെ മറ്റു മൂലകൾ വെച്ച് നമ്മൾ വരച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി. പേജ് നമ്പർ 13 വരെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു.
പേജ് നമ്പർ 14 കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. ഇതും ഞാൻ ഈ വീഡിയോയിൽ ചെയ്തിട്ടാൽ വീഡിയോ കുറേ ലെങ്ത് കൂടും. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്ത് ഇടാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ലവ് യു ഓൾ. ബൈ.